കാൽവരി മലയിലെ യാഗം പരിപാവനമായൊരു യാഗം ഇന്നിവിടെ ഈ അൾത്താരയിൽ അനുസ്മരിക്കുന്നു. ഞങ്ങൾ അനുസ്മരിക്കുന്നു. ബലി തുടങ്ങാൻ സമയമായി. പ്രിയജനമേ, പ്രിയ സോദരരെ, ബലി തുടങ്ങാൻ സമയമായി. പ്രിയജനമേ, പ്രിയ സോദരരെ, അനുരഞ്ജിതരാകാൻ താതനു ബലിയേകാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രഭനിതം. കർത്താവേ, അങ്ങേ കാത്തിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. അങ്ങനെ അങ്ങേ പ്രവാചകരുടെ വിശ്വാസ്യത തെളിയട്ടെ. അങ്ങേ ദാസൻ്റെയും അങ്ങേ ജനമായ ഇസ്രായേലിൻ്റെയും പ്രാർത്ഥനകൾ കേൾക്കണമേ. പ്രഭാഷകനോട് ഒന്നുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവ്യബലിയിൽ നമ്മൾ അർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും കർത്താവ് കേട്ട് നമുക്ക് ഉത്തരം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത്. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ
ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ശുശ്രൂഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുക, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വച്ചിരുകൊണ്ടിരുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതൻ്റെ ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്.
അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 14 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18 വാക്യങ്ങൾ 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അക്കാലത്ത് പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ ആജ്ഞാപിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം
ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ അധികർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ക്ഷമയെക്കുറിച്ച് യഹൂദർക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരു വട്ടം ക്ഷമിക്കുന്നവൻ മനുഷ്യനാണ്, 2 വട്ടം ക്ഷമിക്കുന്നവൻ മാലാഖയാണ്, 3 വട്ടം ക്ഷമിക്കുന്നവൻ ദൈവമാണ്. സഹോദരനോട് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു. 7 പ്രാവശ്യം ക്ഷമിക്കുക എന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നതാണ് അവൻ്റെ അടിസ്ഥാന പ്രമാണം. ഇവിടെ യേശു തീർച്ചയായും തന്നെ അഭിനന്ദിക്കും എന്ന് പത്രോസ് മനസ്സിൽ കരുതി. എന്നാൽ അവൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് യേശു പറഞ്ഞു 70 പ്രാവശ്യം ക്ഷമിക്കുവാനായിട്ട്. 7 എന്നത് യഹൂദർക്ക് വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്. അത് പൂർണ്ണതയുടെ സംഖ്യയാണ്. നിറങ്ങൾ 7, സ്വരങ്ങൾ 7, ദിനങ്ങൾ 7, ഇങ്ങനെ പോകുന്നു 7ൻ്റെ പ്രാധാന്യം. ദൈവം 6 ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. 7ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു. അങ്ങനെ 7ന് വീണ്ടും പ്രാധാന്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്. 7ൻ്റെ 70 അനന്തമാണ്. നമ്മൾ നമ്മുടെ പച്ച മലയാളത്തിൽ പറയാറുണ്ട് കാക്കത്തൊള്ളായിരം എന്ന്. അതുപോലെ അനന്തതയിൽ ആണ് 7/70. ദൈവം എത്ര വട്ടമാണ് നമ്മളോട് ക്ഷമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന മക്കൾ 7/70 പ്രാവശ്യം ക്ഷമിക്കേണ്ടതല്ലേ? ദൈവം ഓരോ പ്രാവശ്യവും കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ നമ്മൾ എത്ര തെറ്റുകളാണ് ചെയ്തു പോകുന്നത്, ആ തെറ്റുകളെല്ലാം ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളും ക്ഷമിക്കേണ്ടതാണ് എന്നുള്ളതാണ് കർത്താവായ ഈശോ നമ്മളോട് പറയുന്നത്. യേശു പഠിപ്പിക്കുന്ന ഉപമയിലും ഈ ക്ഷമയുടെ ഗൃഹപാഠം ഉണ്ട്. ഒരു സേവകൻ യജമാൻ്റെ കയ്യിൽ നിന്ന് 10,000 താലന്തുകൾക്ക് കടപ്പെട്ടിരുന്നു. യജമാനൻ കണക്കുകൾ ഏൽപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ ഈ കടക്കാരൻ യജമാൻ്റെ അടുക്കലേക്ക് വരികയാണ്. തനിക്ക് ഒന്നും ഇല്ല എന്ന് പറയുന്നു. താൻ വളരെ ദരിദ്രനാണ്. പ്രിയമുള്ളവരെ, യജമാന് തൻ്റെ ഭൃത്യരോട് സ്നേഹവും വിശ്വസ്തതയുമുണ്ട്. അതിനാൽ താൻ അകമഴിഞ്ഞ് ഭൃത്യരെ സ്നേഹിച്ചിരുന്നു. അതിൻ പ്രകാരം അവരെ സഹായിച്ചുമിരുന്നു. കടം വീട്ടുവാനായിട്ട് നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ യജമാനൻ എന്താണ് ചെയ്തത്? അവൻ്റെ കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഭൃത്യന് വേറൊരു ഭൃത്യനുണ്ട്. ആ ഭൃത്യന് 100 ധനാറുകൾ കടം ഉണ്ടായിരുന്നു. ആ 100 ധനാറുകൾ ഉടൻ തന്നെ തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവന് വകയില്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആ ഭൃത്യനെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇളവ് ചെയ്യുവാനായിട്ട് ആ ഭൃത്യന് സാധിക്കുന്നില്ല. അതിനാൽ യജമാനൻ അവസാനം അവനെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പഴമൊഴി പറയുന്നുണ്ട്, നീ ശ്വസിക്കുവാൻ മറന്നാലും ക്ഷമിക്കുവാൻ മറക്കരുത്. അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയെന്ന പുണ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ക്ഷമയെന്ന പുണ്യത്തിൽ നമുക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കണം.
ഒരു പുരോഹിതൻ വാതിൽ പൂട്ടിയിരുന്ന ക്ഷമയുടെ ഗൃഹപാഠങ്ങളെക്കുറിച്ച് എഴുതുകയായിരുന്നു. അങ്ങനെ എഴുതിയപ്പോൾ പള്ളിമേടയിൽ കോളിംഗ് ബെൽ മുഴങ്ങി. ഉടനെ ഇത് കേട്ട് അദ്ദേഹം പ്രതികരിക്കുകയാണ്, ഇന്ന് എത്ര യാചകരെയാണ് ഞാൻ കണ്ടത്, ഇതാ ഒരു യാചകൻ കൂടെ വന്നിരിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് മേടയുടെ വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണ്? 2 കൈയും ഇല്ലാത്ത ഒരു വ്യക്തി യാചനാരൂപത്തിൽ ആ പുരോഹിതൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ്. ആ വാതിൽ ആഞ്ഞു തുറന്നപ്പോൾ കോപത്തോടുകൂടിയാണ് തുറന്നത്. എന്നാൽ ആ വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കുവാനുള്ളത് കൊടുത്തുകൊണ്ട് തൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്തിനാണ് താനിങ്ങനെ അന്യായമായിട്ട് അകാരണമായിട്ട് കോപിക്കുന്നത്. അയാൾ ആഗതനെ വിളിച്ചകത്ത് കയറ്റി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ കുശലങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ വീടിന് മുന്നിലുള്ള വീഥിയിൽ ഒരു മുൾച്ചെടി നട്ടു. ആ മുൾച്ചെടി പതുക്കെ പതുക്കെ വളർന്ന് വലിയൊരു മുൾച്ചെടിയായി മാറി. തൻ്റെ വീട്ടിലേക്ക് വരുന്നവർ എല്ലാവരും ആ മുൾച്ചെടിയിൽ നിന്ന് മുള്ള അവരുടെ ശരീരത്തിൽ കുത്തി അത് അങ്ങനെ വേദനിച്ചു. അങ്ങനെ വേദനിച്ചപ്പോൾ അവർ ആ ഉടമസ്ഥനോട് പറഞ്ഞു, അതൊന്ന് വെട്ടിക്കളയുക. എന്നാൽ അദ്ദേഹത്തിന് വെട്ടിക്കളയുവാനായിട്ട് ആഗ്രഹം ഇല്ലായിരുന്നു. അങ്ങനെ വെട്ടിക്കളയാതെ വന്നു. ആ വ്യക്തി പതുക്കെ പതുക്കെ പ്രായം ചെന്നതിലേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹം തൻ്റെ വീടിന് പുറത്തേക്ക് പോയപ്പോൾ ആ മുൾച്ചെടിയിൽ നിന്ന് മുള്ളുകൊണ്ട് വേദനിച്ചപ്പോൾ ചിന്തിച്ചു, തൻ്റെ ശരീരം വേദനിച്ചു. എത്രയോ പേരുടെ ശരീരങ്ങളാണ് വേദനിച്ചിട്ടുള്ളത് ഈ മുള്ള് കാരണം. അദ്ദേഹത്തിന് ഇപ്പോൾ വെട്ടുവാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം പ്രായം ചെന്ന വ്യക്തിയായി മാറി. തൻ്റെ ഈ മനോഭാവം കൊണ്ട് എത്രയോ വ്യക്തികളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, മുള്ളുകൾ മനുഷ്യഹൃദയത്തിലെ അഹന്തയാണ്. സഹോദരനോട് ക്ഷമിക്കാതെ അവന് ഇടർച്ചകൾ വരുത്തുമ്പോൾ നാമും ആപത്തുകളിൽ ചെന്ന് ചാടും. നാം ഒരാൾക്ക് ചതിക്കണി ഒരുക്കുമ്പോൾ 10 പേർ നമുക്കെതിരെ ചതിക്കണി ഒരുക്കിയിരിക്കും. മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കുന്നത് നമുക്ക് നാശകരമായിരിക്കും. ന്യായത്തിനു വേണ്ടിയാണെങ്കിൽ അപ്രകാരം ആകാം. നമ്മുടെ ചിറകുകൾ കൊണ്ട് മറ്റുള്ളവർ പറക്കാൻ ഇടയുള്ളപ്പോൾ ഒരു തൂവലെങ്കിലും നൽകാതിരിക്കുന്നത് എത്ര നിരുത്തരവാദപരമാണ്. നമുക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുമെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ജീവിക്കാനാകും. പതുക്കെ നമ്മുടെ ലോകം ഒരു പ്രതീക്ഷാ ലോകം ആയി മാറും. അതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസൂതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള
ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരി കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നു. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പൂറപ്പേടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർ ഉള്ളൊരുയിർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും എല്ലാ വൈദികരെയും പ്രത്യേകമായി
ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശാന്തച്ഛനെയും അനുഗ്രഹിക്കണമേ. ദൈവകൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ദൈവജനത്തെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലൂടെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. സ്നേഹനാഥ, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹവും ഐക്യവും ദൃഢപ്പെടുത്തുവാൻ കനിവുണ്ടാകണമേ. കുടുംബങ്ങളിൽ നിന്നും വൈദിക സന്യാസ അന്തസ്സിലേക്ക് ധാരാളം മക്കളെ വാർത്തെടുത്തുകൊണ്ട് അവരിലൂടെ ലോകം മുഴുവൻ ദൈവാത്മാവാൽ അറിയപ്പെടാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപകരമായ ജീവിതം നയിച്ചുകൊണ്ട് പാപബോധമില്ലാതെ ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാനും മേലിൽ പാപം ചെയ്യില്ല എന്ന നല്ല തീരുമാനം കൈക്കൊള്ളുവാനും അതുവഴി പാപം മോചിക്കുവാൻ കഴിവുള്ള ഈശോയെ സ്വന്തമാക്കുവാനുമുള്ള ഉൾവിളി ഇവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. രോഗികൾക്ക് വൈദ്യനായ ദിവ്യനാഥ, പലവിധ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവർ അനുഭവിക്കുന്ന വേദനകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാപമോചനവും നിത്യസൗഭാഗ്യവും പ്രദാനം ചെയ്യണമെന്നും മരണാസന്നരായ സഹോദരങ്ങൾക്ക് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കാനുള്ള കൃപ നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യേശുവേ, ഞാൻ വന്നിതാ കാഴ്ചയായി സർവം നൽകുവാൻ. എൻ്റെ സ്നേഹമേ, എൻ്റെ ദൈവമേ, എൻ മാനസം നിന്നിൽ ഞാൻ ഏകിടാം. യേശുവേ, ഞാൻ വന്നിതാ കാഴ്ചയായി സർവം നൽകുവാൻ. സഹോദരരെ,
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ തൃക്കൺ പാർക്കുകയും അങ്ങേ ദാസരുടെ ഈ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഓരോരുത്തരും അങ്ങേ നാമത്തിൻ്റെ സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്കായി നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് തിരുശരീര രക്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നമ്മൾ നൽകുകയാണ്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. തിന്മയിൽ നിന്നു നീ കാത്തിടണം.
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിത രീതികളാലും പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിക്ക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നക്ഷത്രമുടിച്ചൂടും അംബികെ
സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലേ, ദൈവകുമാരനെ ഭൂമിക്കു നൽകിയ മനുഷ്യകുലത്തിൻ്റെ മാതാവേ, നക്ഷത്രമുടിച്ചൂടും അംബികൈ, സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലേ, ദൈവകുമാരനെ ഭൂമിക്കു നൽകിയ മനുഷ്യകുലത്തിൻ്റെ മാതാവേ.